എടി നീ പഠിച്ചോ? ഞാൻ പഠിച്ചില്ല. നീ പഠിച്ചോ? ഞാൻ പഠിച്ചു. നീ പഠിച്ചോ? ഇല്ല, ഞാൻ പഠിച്ചില്ല. എനിക്ക് അറിയില്ല. ഞാൻ പഠിച്ചു. അപ്പൊ നമ്മൾ രണ്ടാളും പഠിച്ചു. അതുകൊണ്ട് കുഴപ്പമില്ല. നിങ്ങളോട് ഞാൻ പറ്റിച്ചതല്ല, ഞാൻ മുഴുവൻ പഠിച്ചിക്കണു. എന്നെങ്കിൽ വാ, നമുക്ക് പോവാം. ടീച്ചറിന് ബുദ്ധിമുട്ടുള്ള തരുമോ? ഞാൻ ക്വസ്റ്റ്യൻ ഒക്കെ പഠിച്ചിരുന്നു. പക്ഷെ എനിക്ക് പിന്നെ എനിക്ക് ഒന്നും പഠിച്ചിട്ടില്ല. ഞാൻ പഠിച്ചിരുന്നു കേട്ടോ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. സിറ്റ് ഡൗൺ. ഇവിടെ ഇരുന്നിരുന്ന അവിടെ വാഷ്റൂമിൽ കഴിക്കണം മിസ്. ഓക്കെ, അപ്പോ എല്ലാരും എക്സാം എഴുതാൻ റെഡി അല്ലേ? ഞാനെല്ലാം പഠിച്ചു മിസ്. ഓക്കെ, എല്ലാം പഠിച്ചാ മതി. ഞാൻ പോയി എന്റെ ബുക്ക് എടുത്തിട്ട് വരാം. മിണ്ടാണ്ടിരിക്കണേ. ഓക്കെ ടീച്ചർ. മിസ് ഓക്കെ, ഞാൻ ബുക്ക് എടുത്ത് വന്നിട്ടുണ്ട്. എല്ലാരും എക്സാം എഴുതാൻ റെഡി അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് എക്സാം തുടങ്ങാം. ഞാൻ ക്വസ്റ്റ്യൻ ഇടട്ടെ കേട്ടാ? ഓക്കെ മിസ്. സമാധാനം. അവന്മാരെന്തൊക്കെയാ തിന്നുണ്ട് അവിടെ. എന്നെ കാണിക്കാതെ കൊതുക്കുന്നുണ്ട് അവർക്ക്. ടീച്ചർ വന്നാവ പേടിയാവും. അവന്മാരോട് പഠിച്ചോന്നും പറഞ്ഞു. ടീച്ചർ വന്നാൽ നല്ല അടി കിട്ടുമല്ലോ പഠിച്ചാത്തതിന്. അയ്യോ ടീച്ചർ പറയും. അയ്യോ ടീച്ചർ. എന്താ എനിക്ക് വാഷ്റൂമിൽ പോയതാ ടീച്ചർ. എന്നാലും ടീച്ചർ ഇവിടെ നിൽക്കുമ്പോ മേ കമിൻ ചോദിക്കണ്ടേ? യെസ് കമിൻ. കയറി ഇവിടെ ഇരിക്കും. എക്സാം ആണെന്നറിയില്ലേ? ഞാൻ ക്വസ്റ്റ്യൻ ഇടാൻ പോവാണേ. മിസ്സേ, ഞാനത് വാഷ്റൂമിൽ പോയപ്പോൾ പോയതാ. അപ്പൊ ആ ഒരു കുട്ടീനെ കണ്ട പറയാതെ സംസാരിച്ചു പോയതാ. ഇനി ഇങ്ങനെ ആവർത്തിക്കരുത്. ഞാൻ ക്വസ്റ്റ്യൻ ഇടാം. എക്സാമിന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? ഫ്രാക്ഷൻസ്. പറയൂ. ഫ്രാക്ഷൻസ്. ഭിന്നസംഖ്യകൾ. ഓക്കേ, നമുക്ക് പഠിച്ചാലോ? അപ്പൊ നമ്മള് ഫ്രാക്ഷൻസ് എന്ന പോർഷൻ പഠിച്ചതായിരുന്നു. അപ്പൊ ഇന്ന് അതിന്റെ ഒരു എക്സാം ആണ്. ഓക്കെ ടീച്ചർ. അപ്പൊ ഞാൻ ടീച്ചർ. പേപ്പർ എല്ലാവർക്കും തരാം. അയ്യോ എടി പരീക്ഷ പേപ്പർ അമ്മേ പേടിയാവണ്. ഇത് ആൻസർ ഷീറ്റ് ആണ്. ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ ഇടും കേട്ടോ ബോർഡില്. യെസ് മിസ്. സ്കൂളിൽ വരുമ്പോ ചെരുപ്പൂരണ്ടേ? ആരൊക്കെ അവിടെ ചെരുപ്പൂരാത്തെ? എല്ലാരും ചെരുപ്പൂരിക്കോ. ഓക്കെ മിസ് ഞങ്ങൾ ചെരുപ്പ് അയച്ചു. ഇനി നമുക്ക് എക്സാം പേപ്പർ വിതരണം ചെയ്യാം. ആൻസർ ഷീറ്റ് അദ്വിക, അനിക, ശ്രീജിത്ത്, ആരിക ശ്രീജിത്ത്. ഓക്കെ, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് എന്താണ് മക്കളെ? ഫ്രാക്ഷൻസ്. ഭിന്നസംഖ്യകൾ. ഫ്രാക്ഷൻസ്, ഭിന്നസംഖ്യകൾ. നമുക്ക് ഭിന്നസംഖ്യകളെ പറ്റി പഠിച്ചാലോ? അപ്പൊ നമ്മള് ക്വസ്റ്റ്യൻ നോക്കിയാലോ? ഓക്കെ മിസ്. എക്സാം ആയതുകൊണ്ട് ഇംഗ്ലീഷ് മീഡിയക്കാരും മലയാളം മീഡിയക്കാരും ഒന്നിച്ചാണ് ഇരിക്കുന്നത്. അപ്പൊ ഞാൻ രണ്ട് രീതിയിലുള്ള ക്വസ്റ്റ്യൻസും കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടുത്തെ കാണുന്നുണ്ടോ മക്കൾക്ക്? മിസ്സിനെ കാണാൻ നല്ല ഭംഗിയുണ്ട്. താങ്ക് യു. ഇപ്പൊ അത് ചോദിക്കാനല്ലേ പറഞ്ഞത്. ഇത് കാണുന്നുണ്ടോ നിങ്ങൾക്ക്? കാണുന്നുണ്ട് മിസ്. എനിക്ക് കാണുന്നില്ല. മര്യാദക്ക് ഇരിക്കുന്ന കാണും. ഓക്കെ, ഇപ്പൊ കണ്ടില്ലേ? മിസ്. ഓക്കെ, എനിക്ക് ദാഹിക്കുന്നു. ഞാൻ വെള്ളം കൊടുന്നില്ല. പരീക്ഷ ആയതുകൊണ്ട് ഉച്ചക്ക് വിടാം. നിങ്ങൾ ടീച്ചറിനോട് പറയരുട്ടോ. നീ വരണ്ട. നിന്റെ വീട് ഇവിടെ അടുത്താണ്. ഞാൻ നിനക്ക് വെള്ളം കൊടുന്നുതരാം. ഇത് ഞാൻ വരച്ച ചിത്രം. അപ്പൊ ഇതാണ് നിങ്ങളെ ക്വസ്റ്റ്യൻ.
കേട്ടോ. ടീച്ചറെ അവിടെ ചുമക്കുന്നേ. ടീച്ചറെ ഞാനാണ് ടീച്ചറെ. പരീക്ഷ കഴിഞ്ഞ പാടെ എൻ്റെ അമ്മൻ്റെ ഒപ്പം എന്നെ വീട് നോക്കി നല്ല ചുമയാണ്. ആ വിടാം. ഇത് കേക്കൂ. പേജ് വായിക്കട്ടെ. പേജ് വായിക്കട്ടെ. ആ ടീച്ചർ. എല്ലാരും മിണ്ടാണ്ടിരിക്കുന്നത് എക്സാം ഹാളാണ്. The fractional form of 5 kilograms and 375 grams. 375 grams is dash. നമ്മളോട് ചോദിക്കും. ടീച്ചർ എൻ്റെ പെൻസിൽ വലിച്ചെറിഞ്ഞ്. നല്ല കിട്ടും എൻ്റെ അടുത്ത് കേട്ടോ. ഇത് എക്സാം ഹാളാണ്. താങ്ക് യു. The fractional form of 5 kilograms and 375 grams is dash എന്നാണ് പറയുന്നത്. മലയാളം മീഡിയക്കാർക്ക് വായിച്ചുതരാം. 5 കിലോഗ്രാം 375 ഗ്രാം എന്നതിന്റെ ഭിന്ന രൂപമാണ് ചോദിക്കുന്നത്. 5 കിലോഗ്രാം 375 ഗ്രാം എന്നതിന്റെ ഭിന്ന രൂപം എന്താണ് മക്കളെ? വേഗം എഴുതിക്കോളൂ. എക്സാം ആണിത്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് പറയാണ്. പേര് എഴുതണം, ക്ലാസ് എഴുതണം, ഡിവിഷൻ എഴുതണം. ഇത് മൂന്നും എഴുതിയിട്ട് മാത്രമേ നിങ്ങൾ എക്സാം സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ ഓക്കേ മിസ്. ഞാൻ മിസ് പറഞ്ഞപ്പോ പഠിച്ചിട്ടില്ല. എല്ലാരോടും പറഞ്ഞാണ്. കഴിഞ്ഞ വീക്ക് പറഞ്ഞതാണ് നിങ്ങൾ എല്ലാരോടും. എല്ലാരും ക്വസ്റ്റ്യൻ കാണുന്നില്ല അല്ലേ? ആ ഇതാ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ എന്താ? ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എല്ലാവരും നിങ്ങളുടെ എക്സാം പേപ്പറിൽ എഴുതും. എഴുതടി. ടീച്ചർ കണ്ടാൽ നല്ല ചീത്ത അറിയും. ടീച്ചർ ഞാൻ ഇംഗ്ലീഷ് മീഡിയം. അപ്പൊ മലയാളം മീഡിയത്തിലാണോ ഇംഗ്ലീഷ് മീഡിയത്തിൽ ഏത് ഉള്ളതാ ഞാൻ എഴുതണ്ടേ? ഞാനിവിടെ ഇംഗ്ലീഷ് മീഡിയത്തിലും മലയാളം മീഡിയത്തിലും ക്വസ്റ്റ്യൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇംഗ്ലീഷ് മീഡിയം ആണെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് മീഡിയത്തിൽ എഴുതുക, മലയാളം മീഡിയം ആണെന്നുണ്ടെങ്കിൽ മലയാളം മീഡിയത്തിൽ എഴുതുക. ഓക്കെ ടീച്ചർ. ഇതാ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് ഇംഗ്ലീഷ് മീഡിയവും മലയാളം മീഡിയവും. അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം. എനിക്കെന്നെ ഒന്നും അറിയില്ല. ഞാൻ വെറുതെ ഇങ്ങനെ എഴുതി വെക്കുക. എന്നിട്ടാണ് എന്നോട് ചോദിക്കണം. എൻ്റെ എല്ലാം ഫോട്ടോ തെറ്റാ. എനിക്കൊന്നും അറിയില്ല. അയ്യോ സമയം. അയ്യോ 11:45. 12 മണിക്ക് സ്കൂള് വിടും. പരീക്ഷ എഴുതാത്തവരും അവിടെ തന്നെ ഇരുത്തും. ഞാൻ വേഗം എഴുതട്ടെ. പിന്നെ ഒരു കാര്യം പറയാൻ, ഈ ഒരു ക്വസ്റ്റ്യൻ മാത്രമല്ല കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇപ്പം തന്നെ 11:45 വേഗം എഴുതുക. 11:45 അപ്പോൾ 12 മണിക്കല്ല, ചെറിയൊരു മാറ്റമുണ്ട് ടൈമിൽ. 12:15 വിടുക. വേഗം എഴുതിയെടുത്തോളൂ. അപ്പോൾ ക്വസ്റ്റ്യൻ എഴുതിയെടുക്കണം എന്നുള്ളവർ എഴുതിയെടുക്കുക കേട്ടോ. ടീച്ചറെ ഇന്ന് സ്കൂളിൽ ബിരിയാണി ഉണ്ടോ? ഇന്ന് എക്സാം ആയതുകൊണ്ട് കുറച്ച് കുട്ടികൾക്ക് ഇപ്പം തന്നെ പോവാം, അല്ലാത്തവർക്ക് വൈകുന്നേരം പോവാം. വൈകുന്നേരം പോകുന്നവർക്ക് ബിരിയാണി ഉണ്ട്. അയ്യോ എനിക്ക് ചുമയാണല്ലോ ടീച്ചർ. അപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. എക്സ്ക്യൂസ് മീ ടീച്ചർ. ആ യെസ്. ഓ ഇത് എഴുതി തീരാനായി. എന്താ? എനിക്കൊന്നും അറിയില്ല. ഞാൻ ക്വസ്റ്റ്യനാ എഴുതുന്നത്. ടീച്ചർ ആ ഇതിന്റെ ഒന്ന് അർത്ഥം പറഞ്ഞുതരാമോ? മനസ്സിലാവില്ല. ഇത് ഞാൻ മലയാളത്തിൽ കൊടുത്തിട്ടുണ്ടല്ലോ. എന്താ മനസ്സിലാവാത്തേ? ഇതെങ്ങനെ ചെയ്യേണ്ടതെന്നൊന്ന് പറഞ്ഞിട്ട് ടീച്ചർക്ക്. ഇപ്പം പറഞ്ഞുതരാം. അപ്പോൾ മനസ്സിലാവാത്തവർക്ക് വേണ്ടി ഞാൻ പറയാണ്. ഒരു എക്സാമ്പിൾ കാണിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കിപ്പിച്ച് തരാം. ഇപ്പോൾ ഇവിടെ 5 കിലോഗ്രാം 375 ഗ്രാം, അതായത് 5 കിലോഗ്രാംസ് 375 ഗ്രാംസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അതിന് പകരം നമുക്ക് 5 കിലോഗ്രാംസിന് പകരം നമുക്ക് എത്ര കിലോഗ്രാംസ് ആക്കാം? 2 കിലോഗ്രാംസ് ആക്കാം. ഇനി 375 ഗ്രാംസിന് നമുക്ക് 435 ഗ്രാംസ് ആക്കാം. 435 ഗ്രാമും 2 കിലോഗ്രാം. അപ്പൊ ഇത്രയാണ് നമുക്ക് വേണ്ടത്. അപ്പൊ നമ്മൾ ഇതിനെ എങ്ങനെയാണ് ഫ്രാക്ഷണൽ ഫോം ആക്കുക? നമ്മൾ ടീച്ചറെ ആ
എനിക്ക് ദാഹിക്കുന്നു. മിസ് എനിക്ക് ദാഹിക്കുന്നു, ഞാൻ വെള്ളം കുടിച്ച് വരാം. അപ്പം മക്കളെ നമുക്ക് വേണ്ടത് 2 കിലോഗ്രാം ആൻഡ് 435 ഗ്രാംസുമാണ്. അപ്പം 2 നമുക്ക് വലുതാക്കി എഴുതി കൊടുക്കാം. ശേഷം 435 മേലെ എഴുതി കൊടുക്കാം. 35 ബൈ ഇടണേ. പിന്നെ ഒരു 1 ഇട്ട് കൊടുക്കുക. പിന്നെ എന്ത് ചെയ്യണം? ഈ 435 എത്ര അക്കം ഉണ്ട്? ഇതൊക്കെ കൂടി കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് 3 അക്കം കിട്ടും. അപ്പൊ ഇവിടെ 3 പൂജ്യം ഇട്ട് കൊടുക്കാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 435 ബൈ 1000 കിട്ടി. അതുപോലെ തന്നെയാണ് മക്കളെ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. എങ്ങനെയാവും 5 കിലോഗ്രാമും 375 ഗ്രാമും വരിക എന്നാണ് എഴുതേണ്ടത്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? അല്ല ടീച്ചറെ, ഇവിടെ ഇരിക്കുന്ന ഹിബ വന്നിട്ടില്ല. അത് സാരമില്ല. അവൾക്ക് പനിയാന്ന് അവള് പറഞ്ഞ്. അവൾക്ക് കള്ളപ്പനിയാ ടീച്ചറെ. അത് ഞാൻ അവളെ അമ്മേനെ വിളിച്ചോളാം. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഹിബയ്ക്ക് കള്ളപ്പനിയാണ്. ടീച്ചറിനെ പറഞ്ഞു പറ്റിച്ചു. ടീച്ചർ വിളിക്കൂലോ. ഞങ്ങളുടെ ടീച്ചർക്ക് നല്ല വിശ്വാസം കാണിച്ചു കൊടുക്കുന്നുണ്ട്. നാളെ പനി ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ട്. അവളെന്താ പറഞ്ഞത്? ഇന്നലെ എല്ലാം പഠിച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മള് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് ക്വസ്റ്റ്യൻ. ആദിക്ക് വെള്ളം വേണോ? അപ്പോ വെള്ളം കൊണ്ടുവന്നിട്ടില്ലല്ലോ. ഞാൻ വെള്ളം എവിടെന്നേലും ഒപ്പിക്കാം കേട്ടോ. എല്ലാവരും ഇപ്പോൾ ഇരുന്ന് എക്സാം എഴുതാൻ നോക്കൂ. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്. If 3 liters of milk is divided equally among 4 persons, how much milk would each get in liters? എടി നമുക്ക് ആ ഫോണിൽ കളിക്കാൻ ഞാൻ കൊടുന്നേ. വാ. ടിക് 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 ടിക്. ഹലോ സാന്റാ ക്ലോസ് ഒക്കെ അടി. ഞാനും കാണിട്ടെ. എന്റെ ഫോൺ എടുക്കടി. അവിടെ എന്താണ് ഒരു ചർച്ച? അയ്യോ എടി ഫോൺ എടുത്ത് വെക്കടി. എന്താണ് അവിടെ ഒരു ചർച്ച? എന്താ ഫോണിനെ പറ്റിയൊക്കെ പറയുന്നേ? ഫോൺ എടുത്തിരിക്കുന്നു. എവിടെ? കൂടെ നിന്ന് ചതിക്കണോ? അനിക ശ്രീജിത്ത് എവിടെ? ഫോൺ എവിടെ? മിസ്സേ അത് ഇതാ മിസ്സേ. എക്സാം ഹാളാണ്. എക്സാം ഹാളിലോട്ട് ഫോൺ വരാൻ പാടുണ്ടോ? ഇതാ മിസ്സേ. ഫോണൊക്കെ ഞാൻ വാങ്ങിച്ചു വന്നിട്ടുണ്ട്. എന്തിനാണ് നീ ഫോൺ കൊണ്ടുവന്നത്? മിസ്സേ അത് ഇവര് പറഞ്ഞോണ്ടാണ് മിസ്സേ. ഇവർക്ക് കോപ്പി അടിക്കാൻ വേണ്ടിട്ട്. എന്തിനാ പറഞ്ഞത്? ഞാൻ പറഞ്ഞിട്ടില്ല മിസ്സേ. ഇപ്പൊ അങ്ങനൊക്കെ പറയും. നീ എന്തിനാ അപ്പൊ അവരെ കോപ്പി അടിക്കാൻ വേണ്ടി കൊണ്ടുവന്നേ? അത് എന്റെ ബാഗിൽ അറിയാം. അതെന്റെ അനിയെ ഇട്ട് വെച്ചതാ. അതൊക്കെ എനിക്ക് അറിയാം. ക്വസ്റ്റ്യൻ വായിച്ചെന്നില്ലേ? ഇനി വേഗം എല്ലാവരും ഇതിന് ആൻസർ എഴുതൂ. ഞാൻ ഒന്നുകൂടി വായിച്ചു തരാൻ പോവാണേ. If 3 liters of milk is divided equally among 4 persons, how much milk would each get in liters? 3 ലിറ്റർ പാൽ 4 പേർക്ക് ഒരുപോലെ വീതിച്ചാൽ ഓരോരുത്തർക്കും എത്ര ലിറ്റർ വീതം പാൽ കിട്ടും? എത്ര ലിറ്റർ പാൽ കിട്ടും മക്കളെ? ഈ ക്വസ്റ്റ്യൻ ആർക്കൊക്കെ അറിയാം മക്കളെ? ഈ ക്വസ്റ്റ്യൻ അറിയുന്നവരൊക്കെ ഒന്ന് കൈ ഒന്തിക്കുക. ശേഷം നിങ്ങളുടെ എക്സാം പേപ്പറിൽ എഴുതൂ. ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നില്ലേ മക്കളെ? ഓക്കെ. വെള്ളം കുടിച്ച് ചെരുപ്പ്. എന്റെ സീറ്റ് നിങ്ങൾ എല്ലാ പെൻസിലും വെച്ചിരുന്നു. ടീച്ചറെ എന്താണ്? എന്റെ പെൻസിൽ കസാലയിൽ എല്ലാ പെൻസിലും കൊടുന്ന് വെച്ചിരുന്നു. ഞാനിപ്പോ എന്താ പറയാ? മര്യാദയ്ക്ക് ഇരുന്ന് അവിടെ എക്സാം എഴുതാൻ നോക്ക്. ഞാൻ പുതിയ ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ട്.
ടീച്ചറെ. ആർക്കൊക്കെ മനസ്സിലായി ക്വസ്റ്റ്യൻ? ടീച്ചർ എനിക്ക് മനസ്സിലായില്ല. നേരത്തെ ജസ്റ്റ് ഇതാക്കിയ പോലെ ഒന്നും കൂടെ ബ്ലാക്ക് വേണോ? നേരത്തെ